ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാ സമയം ഏകദേശം ഒരു 4 മണി അല്ല 5 മണി ആയിട്ടുണ്ടാവും. ഞങ്ങളുടെ കുളിയൊക്കെ എന്താ അപ്പൊ ഞങ്ങളുടെ കുളിയൊക്കെ ഏകദേശം ഇപ്പോഴാണ് കഴിഞ്ഞത്. അപ്പോൾ രാത്രിത്തേക്ക് നമുക്ക് ഇറച്ചിച്ചോറാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ ഉണ്ടാക്കാണ്. അപ്പൊ ഞാനും എന്റെ സ്പൈഡർമാനും കൂട്ടിയാണ് ഇന്ന് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടാ. കല്ലു ഓക്കെ പറ. ഓക്കെ, സ്പൈഡർമാൻ കാണിച്ചു കൊടുക്കുന്നു. ഇന്ന് കാണിച്ചു കൊടുക്കും. സ്പൈഡർമാനാണ് നിന്റെ ഇറച്ചിച്ചോറിന്റെ സഹായി അല്ലേ കല്ലു? ഓക്കെ പറ. സ്പൈഡർമാൻ എന്താണ് പണി? അപ്പൊ നമ്മളിതാ ചിക്കനൊക്കെ നമ്മൾ ഓൾറെഡി ആദ്യം വറുത്ത് വെക്കണം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ ഇതിന് മുന്നോട്ടാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കുക്കറിലല്ലാതെ ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ചിക്കനൊക്കെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്പൈഡർമാൻ അമ്മനെ ഹെൽപ്പൊന്നും ചെയ്യുന്നില്ലല്ലോ, വെറുതെ ഇരിക്കലുണ്ട്. ആദ്യം നമുക്ക് അരി വെള്ളത്തിലിട്ട് വയ്ക്കാം. അതൊന്ന് കുതിർന്നോട്ടെ. ഉള്ളിയൊക്കെ വഴറ്റുമ്പോഴേക്കും അതൊന്ന് കുതിർന്ന് വന്നോട്ടെ. അരി ജോക്കറായിരുന്നു കേട്ടോ, ജീരകശാലയല്ല, ജോക്കറാണ്. ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ജീരകശാലയല്ല കൊണ്ടുവന്നത്, ജോക്കറാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഏകദേശം അത് കഴിയാനായിട്ടോ. പിന്നെ അപ്പോൾ കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് നമ്മൾ പോവും. അപ്പോൾ പിന്നെ അരി കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് എന്ത് ചെയ്യുക, അത് കുതിരാൻ വയ്ക്കുക. ഇവിടെ അല്ലേ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കാറ് കേട്ടോ. പിന്നെ ഈ ഒരു സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇതാ അത് മേടിച്ചെന്ന് തുടങ്ങിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഡ്രസ്സ് കുട്ടി മേത്തുനിന്ന് അഴിക്കുകയില്ല. ഉറങ്ങുമ്പോഴും ഈ ഡ്രസ്സ് തന്നെ വേണം. ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞാലും ഈ ഡ്രസ്സ് തന്നെ വേണം. നമ്മൾ ഉണക്കി അലക്കിയിടുന്നൊക്കെ പറയില്ലേ, അലക്കി ഉണക്കിയിടുന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതിന് ഗ്ലൗസും അതൊരു ഷോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്ലൗസൊന്നും പിന്നെ ഒറ്റയ്ക്ക് ഇടാൻ അറിയാത്ത കാരണം വല്ലാണ്ട് ഇടാൻ നിൽക്കാറില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വേഗം അരി കുത്തിരാൻ വെച്ചിട്ട് പിന്നെ ഉള്ളിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഒരു 4 ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക, പച്ചമുളകും കൂടി അരയ്ക്കണം നല്ല കേട്ടോ. ഇവിടെ പച്ചമുളക് ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കേസിൽ അങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടി ഒത്ത് കിട്ടിയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റാറില്ല. പിന്നെ അതിൻ്റെ കൂടെ ആൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു. ഒരു പാലും റോബസ്റ്റ് പഴവും പിന്നെ ന്യൂട്രിമിക്സിൻ്റെ പൗഡറും ഞാൻ അതിൽ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ന്യൂട്രിമിക്സിൻ്റെ ആ പൗഡർ ചേർക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ മധുരം ചേർക്കണം, അതിൽ തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ആൾ പിന്നെയും വർത്താനം പറയാൻ തുടങ്ങി കേട്ടോ. ഉള്ളി അരിയുന്നതിന് മുന്നേ ഉള്ളി തോല് പൊളിച്ചപ്പോഴേ ഞാൻ കരച്ചിൽ തുടങ്ങി കേട്ടോ. ഭയങ്കര നീറ്റൽ കണ്ണിന്. അതാ അവൾ ചോദിക്കുന്നത് എന്താ അമ്മ കരയണേന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അവൾ എടുത്തിരിക്കുന്നതുകൊണ്ട് അവളുടെ കണ്ണും നീറുന്നു. പക്ഷെ അവൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. പട്ട, പൂവ്, ഏലക്കായ, കുറച്ച് പെരുംജീരകം, കരിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അസലാവും കേട്ടോ. കരിവേപ്പില അവിടെ കിട്ടാൻ നല്ല കിട്ടും, പക്ഷെ ഇപ്പം എൻ്റെ അടുത്തില്ല. പിന്നെ നമ്മളിതിൽ നോർമൽ ബിരിയാണിയിലൊക്കെ ഇടുന്ന എല്ലാ സ്പൈസസൊക്കെ ഇട്ടോ. ഞാനിപ്പോൾ ഇട്ടത് പട്ട, പൂവ്, ഏലക്കായ, കുറച്ച് പെരുംജീരകം, ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് ഇടാം, കറിവേപ്പിൻ്റെ ഇടാം. അങ്ങനെ അതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് വേഗം ഞാൻ ഇത് ഉള്ളി വാട്ടാനിട്ടു. നമ്മൾ ശരിക്കും ബിരിയാണിക്കൊക്കെ വാട്ടുന്ന പോലെ തന്നെ. പക്ഷേ ബിരിയാണിയിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ ഒരു ഇതെല്ലാം ഇടുന്നുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും എല്ലാം ഇടുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, അതിനൊപ്പം തന്നെ ഞാൻ നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്ക് ആളിതാ ചിക്കൻ പീസൊക്കെ എടുത്ത് തിന്നാൻ തുടങ്ങി. അവൾക്ക് നല്ല രസം ഉണ്ടാവും തിന്നാൻ, കാരണം അത് വലിയ എരിവൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ മുളക് പൊടി നല്ല എരിവുള്ള കാരണം മുളക് പൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ. അപ്പോൾ ഞാൻ കാണുന്നതൊക്കെ പെറുക്കി തിന്നുകയാണ് ആള്. ഇപ്പോൾ കുറച്ചായിട്ട് ആളിങ്ങനെ എൻ്റെ കൂടെ വന്നിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആളകത്ത് എന്തെങ്കിലും അങ്ങനെ ഒപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ പിന്നെ ടാബ് കണ്ടിരിക്കുക ചെയ്യാറ്. ഇതെന്തേ ആവും വേഗം വന്നതിൻ്റെ അടുത്ത് വന്നിരുന്നുണ്ടാ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഉള്ളി വാട്ടിൻ്റെ ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതിൽ പച്ചമുളക് അരയ്ക്കുന്നവർക്ക് അരയ്ക്കുക കേട്ടോ, നല്ലതാണ്. അപ്പോൾ അത് നല്ലോണം അത്യാവശ്യം അതിൻ്റെ പച്ചവെണ്ണം മാറിയതിന് ശേഷം ഒരു തക്കാളി, ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ. അത്യാവശ്യം വലിയ തക്കാളി ആയിരുന്നു, പിന്നെ അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു. അങ്ങനെ തക്കാളി ഇങ്ങനെ വെന്തൊടിയാന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ഭാഗത്തിലെത്തണേ, നല്ലോണം വാടിയിട്ട്. അപ്പോൾ അത്യാവശ്യം അടച്ചു വെച്ചൊക്കെ വേവിച്ചാൽ വേഗമാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആൾ ചിക്കൻ പീസിന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും 2-4 ചിക്കൻ പീസൊക്കെ പെറുക്കി തിന്ന് അവർക്കും അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അനിയത്തി ഇങ്ങനെയാണ്, എന്തുണ്ടാക്കുമ്പോഴും അവളിങ്ങനെ എന്താ പറയുക, ഉണ്ടാക്കി വെച്ചത് അവൾ തന്നെ ഇങ്ങനെ തിന്നാൻ തുടങ്ങും. എനിക്കിപ്പോൾ അത് ഓർമ്മ വന്നേ പെട്ടെന്ന്. അങ്ങനെ അത് ഏകദേശം ഈ പരിവാണ് കേട്ടോ, നല്ലോണം വെന്തൊടയണം തക്കാളി. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. ചിക്കൻ തിന്നാൽ പിന്നെ എന്താ ഇറച്ചിച്ചോറ് ഉണ്ടാക്കല്? അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊടികളിടാൻ പോവാം.
പിന്നെ കുരുമുളക് പൊടി ഇവിടെ ഇടിക്കാം കേട്ടോ. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടാം. പിന്നെ ഞാൻ പേരിന് മാത്രമേ മുളക് പൊടി ഇടുന്നുള്ളൂ. ഈ മുളക് പൊടി ഞാൻ ഫസ്റ്റ് തരവിൽ കൊടുത്തത് കൊണ്ട് അനങ്ങിയിട്ടില്ലേ, കാരണം നല്ല എരിവാണ്. ഇവിടെ എരിവ് ഈ സ്പൈഡറിനെ പറ്റൂല. പിന്നെ ഞാൻ കുറച്ച് പേരിന് മാത്രം ഇടുന്നു കേട്ടോ. അപ്പോൾ അതാ ആ പറഞ്ഞ എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിരിയാണിയിൽ ഞാൻ മല്ലിപ്പൊടിയും ഗരം മസാലയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ബിരിയാണിയിൽ നമ്മൾ തൈരൊക്കെ ഒഴിക്കാമല്ലോ, ഇതിൽ പിന്നെ തൈരൊന്നും ഒഴിക്കില്ല. കാണാൻ ശരിക്കും ഇതൊരു ബിരിയാണി പോലെ തന്നെയാണ്, പക്ഷേ ബിരിയാണി അല്ല. അങ്ങനെ എന്തെങ്കിലും ചിക്കൻ അതിലിട്ടിട്ട് ഒന്നാം മസാല ഇട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ചിക്കനും മല്ലിച്ചപ്പൊക്കെ ഒന്ന് ആ മസാലയിൽ സെറ്റാണ് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് കാണുമ്പോൾ ഒരു കടായി ലുക്ക് ഉണ്ടാവും. നമ്മൾ കടായി അങ്ങനെയല്ല, ചിക്കൻ കടായി അങ്ങനെ ഉണ്ടാക്കുക ചിക്കൻ പൊരിച്ചതിന് ശേഷം. അപ്പോൾ അത് കാണാൻ നല്ല രസമാട്ടോ അത്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഇതാ നമ്മൾ ഊറ്റി വെച്ച അരി അങ്ങോട്ട് ഇടാം കേട്ടോ. ഊറ്റി വെച്ച അരി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് കൊളാവോ എന്നൊരു ടെൻഷൻ എനിക്ക് നല്ല ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ അരി ഇങ്ങനെ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞാൽ ചോറ് വേവിച്ചതിന് ശേഷം ദമ്മിടല്ലേ ചെയ്യലേ. പിന്നെ ഒന്നാകെ ഇങ്ങനെ ദമ്മിടുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കൊളാവോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നമ്മൾ അരിൻ്റെ അതേ അളവിന് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അരിൻ്റെ ഇപ്പോൾ 1.5 ഗ്ലാസ് അരി ഞാൻ എടുത്തെങ്കിൽ 3 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ആ ഒരു കണക്കിനായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എന്ത് ചെയ്യുക, വെള്ളം കൂടി ഒഴിച്ചിട്ട് അരി ജസ്റ്റ് ഒന്ന് അതിലിട്ടൊന്ന് റോസ്റ്റ് ആക്കുന്ന പോലെ ഒന്ന് റോസ്റ്റ് ചെയ്യട്ടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പിടാം, അല്ലെങ്കിൽ മുളകില്ലെങ്കിൽ മുളകിടാം, എന്തില്ലെങ്കിലും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് കുറച്ച് മീഡിയത്തിലാക്കി പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു. പിന്നെ അത് ഒരു 5 അല്ലെങ്കിൽ ഒരു 5 കേട്ടോ, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയെന്ന് തോന്നിയ സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് അതിൻ്റെ മൂടിൻ്റെ കുറച്ച് ഹോൾസ് ഉണ്ടാവില്ല, ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഹോളും കൂടി അടച്ചിട്ട് ദമ്മിടുന്ന പോലെ സെറ്റാക്കി വെച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ മുതൽ എനിക്കിത് ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഒറ്റ നോട്ടത്തിൽ ഇതൊരു പൊരിച്ച് കോഴി കൊണ്ടുള്ള ബിരിയാണി അങ്ങനെ പറയുള്ളൂ. പക്ഷേ ബിരിയാണി ആണോ എന്ന് വെച്ചാൽ അല്ല, ബിരിയാണി അല്ലേന്ന് വെച്ചാൽ ആണ്, ആ ഒരു പരിവായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ദമ്മിട്ടതിന് ശേഷം എൻ്റെ ബാക്കി എല്ലാ പണികളും കഴിച്ചു. ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ കഴിച്ചതിന് ശേഷം വന്നിട്ട് ദമ്മ് പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റും ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ലൊരു കളറും കാര്യങ്ങളും ടേസ്റ്റും സ്മെല്ലും അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഏട്ടനും മോൾക്കൊക്കെ ഇഷ്ടമായി. പിന്നെ പ്ലേറ്റിൽ വിളമ്പിൻ്റെ ശേഷമുള്ള ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറച്ചിച്ചോറിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വേറെ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.